വള്ളുവനാടൻ ഗ്രാമഭംഗിയിലൊരുങ്ങിയ കോലാഹലം എന്ന സിനിമ തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ്. ഷൊർണൂർ ത്രാങ്ങാലിയിലും ഭാരതപ്പുഴയുടെ തീരത്തുമായി ചിത്രീകരിച്ച സിനിമ നാളെ തിയേറ്ററുകളിലെത്തും. മലയാള സിനിമയുടെ എക്കാലത്തെയും ഇഷ്ട ലൊക്കേഷനായ ഷൊർണൂരും ഒറ്റപ്പാലവും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായും ചിത്രീകരിച്ച കോലാഹലം എന്ന സിനിമ റിലീസിനെത്തുമ്പോൾ പിന്നിൽ സിനിമാ മോഹത്തിന്റെ അടങ്ങാത്ത കഥയുണ്ട്. ഫൈൻ ഫിലിംസിന്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് ഋഷിത് പറമ്പിലാണ്. വിശാൽ വിശ്വനാഥന്റേതാണ് തിരക്കഥ. ഒറ്റപ്പാലംകാരൻ കൂടിയായ മലയാളികളുടെ പ്രിയ സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടക്കം നിരവധി പേർ കോലാഹലത്തിൽ വേഷമിടുന്നു. ഷൊർണൂരിലും ചെറുതുരുത്തിയിലും പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തുമുള്ളവരാണ് സിനിമയിൽ അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും. കോലാഹലം എന്ന് പറയുന്ന സിനിമ ഈ ഒറ്റപ്പാലത്തും ഷൊർണൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഞങ്ങൾ കുറേ ഈ നാട്ടുകാരായിട്ടുള്ള കലാകാരന്മാർ, ടെക്നീഷ്യൻസ് എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ സിനിമ പറയുന്ന വിഷയവും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയമാണ്. അതൊക്കെ ഈ സിനിമയുടെ ഒരു നേട്ടമായിട്ട് കാണുന്നു. ഈ വരുന്ന 11-ന് സിനിമ റിലീസാവുകയാണ്. എല്ലാ ആളുകളും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പ്രൊഫഷണലായി ആർക്കു കീഴിലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പല ഫ്രെയിമുകളിലും നിറഞ്ഞാടിയിട്ടുണ്ട് ഈ കാണുന്നവരിൽ പലരും. സിനിമയെന്ന വികാരം ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യുന്ന ചില മനുഷ്യർ. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് കോലാഹലം കരസ്ഥമാക്കിയത് 15-ലധികം പുരസ്കാരങ്ങളാണ്. മരണവീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് 1 മണിക്കൂറും 40 മിനിറ്റും ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ഇതിവൃത്തം. ന്യൂസ് മലയാളം, പാലക്കാട്.